ഹൈദരാബാദിൽ ശ്രീനിവാസ് റെഡ്ഡി അതുപോലെ തന്നെ രജനി എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ശ്രീനിവാസ് റെഡ്ഡിക്ക് ഒരു ഓൾ ഇന്ത്യ പെർമിറ്റ് ഉള്ള ഒരു ലോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കൂടി തന്നെ ഇത് വെച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ ഇദ്ദേഹം ഓട്ടം പോകാറുണ്ടായിരുന്നു. ഓട്ടത്തിന് പോകുന്നതാണ് 10-15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിലോട്ട് വരാറുണ്ടായിരുന്നുള്ളൂ. രജനിക്കാണെങ്കിൽ വേറെ ആയിട്ടുള്ള പണിയും കാര്യങ്ങളൊന്നും ഇല്ല, ഹൗസ് വൈഫാണ്. ഇവർക്ക് രണ്ടുപേർക്കും ചേർന്ന് കൊണ്ട് തന്നെ ഒരു പെൺകുഞ്ഞാണ് ഉള്ളത്. ഇവൾ ഡിഗ്രി സെക്കൻഡ് ഇയർ എന്നാണ് പഠിക്കുന്നത്. അവളുടെ പേര് കീർത്തി എന്നാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 2019 ഒക്ടോബർ മാസം 10-ാം തീയതി ശ്രീനിവാസ് റെഡ്ഡിക്ക് ഒരു ഹോട്ടൽ കാര്യങ്ങൾ ലഭിക്കുന്നത്. ഓട്ടത്തിന് പോകുകയും ഇദ്ദേഹം ചെയ്തു. പിന്നീട് ഒക്ടോബർ 25-ാം തീയതി ഇദ്ദേഹത്തിന് വീട്ടിൽ വന്നു നോക്കിയ ടൈമിന് ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് മുഴുവനായി അടിച്ചു വാരിയിട്ടൊന്നുമില്ല, വീടാണ് മുഴുവനായി പിടിപിടിച്ചെടുക്കുന്ന രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. വീട്ടിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് യാതൊരു തരത്തിലും റെസ്പോൺസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കീർത്തിയായ ഇവളെ മകളെയും വിളിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മകളെ വിളിച്ചിട്ട് യാതൊരു തരത്തിലും റെസ്പോൺസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ മൊബൈൽ ഫോണിലോട്ട് വിളിക്കുകയും ചെയ്തു. വൈഫിൻ്റെ മൊബൈൽ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും കാര്യങ്ങളുമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ മകളായ കീർത്തിയുടെ മൊബൈൽ ഫോണിലോട്ട് വിളിക്കുകയാണ് ഇദ്ദേഹം. കീർത്തിയുടെ മൊബൈൽ ഫോണിൽ വിളിച്ചപ്പോൾ കീർത്തി മൊബൈൽ ഫോൺ എടുക്കുകയും ചെയ്തു. കീർത്തി മൊബൈൽ ഫോൺ എടുത്തതിന് ശേഷം അച്ഛൻ്റെ പക്കൽ പറയുകയാണ്, ഞാൻ വിശാഖപട്ടണത്തിന് പഠിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹത്തെ തന്നെ വരികയാണ് ചെയ്തത് എന്നതായിട്ട് തന്നെ അച്ഛൻ്റെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അമ്മ ഇവിടെയും കാണുന്നില്ല എന്ന് പറയുകയാണ്. അമ്മ ബന്ധുക്കളുടെ വീട്ടിലെല്ലാം കൂട്ടുകാരികളുടെ വീട്ടിലോ പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ വരുന്ന ടൈമിന് അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ്റെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അച്ഛൻ കൂട്ടുകാരികളുടെ വീട്ടിലും അതുപോലെ തന്നെ ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ടും യാതൊരു വിധത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ വൈഫിനെ കുറിച്ച് യാതൊരു വിധത്തിൽ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലഭിക്കുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ മകളോട് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വരാൻ പറയുകയും ചെയ്തു. പിന്നീട് രണ്ടുപേരും ചേർന്ന് കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്തു. മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം അച്ഛനെയും മകളെയും കൂടി മൊഴി എടുക്കുകയാണ് പോലീസുകാരെ. ഇത്തരത്തിൽ തന്നെ മകളായ കീർത്തിയുടെ പക്കൽ പോലീസുകാർ വരികയും മൊഴിയും കാര്യങ്ങൾ എടുക്കുകയും ചെയ്തു. ഞാൻ വിശാഖപട്ടണത്തിൽ പഠിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന ടൈമിന് അമ്മ വീട്ടിലുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ കീർത്തി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, എനിക്ക് അച്ഛനെ സംശയമുണ്ട് എന്നതായിട്ട് തന്നെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ശ്രീനിവാസ് റെഡ്ഡിയുടെ പക്കൽ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി എന്നതായിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പക്കൽ പോയി മൊഴിയെടുക്കുകയാണ്. ഭീഷണിപ്പെടുത്തുന്ന രീതി തന്നെയായിരുന്നു പലതായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇദ്ദേഹത്തിൻ്റെ പക്കൽ പോലീസുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർക്ക് തനിക്ക് ഡൗട്ട് ഉണ്ട് എന്ന് ശ്രീനിവാസ് റെഡ്ഡി മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ഒക്ടോബർ 10-ാം തീയതി ഇദ്ദേഹത്തിന് ലഭിച്ച ഓട്ടവും അതുപോലെ തന്നെ ഇത് ഇറക്കിയിട്ടുള്ള ബില്ലും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പോലീസുകാരുടെ പക്കൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എണ്ണടിച്ച ബില്ലും ഇതൊക്കെ കൊണ്ട് തന്നെ വീട്ടിൽ ഞാൻ എത്തിയത് ഒക്ടോബർ 25-നാണ് എന്നതായിട്ട് തന്നെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വീട്ടിൻ്റെ അകത്തോട്ട് പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പോലീസുകാർ ഒരുമിച്ച് ചെല്ലുകയാണ്. ഒരുമിച്ച് ചെല്ലുന്നതിന് ശേഷം അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുന്ന വഴിയിലായിരുന്നു അധികം പഴക്കമില്ലാത്ത ബീറും കുപ്പികൾ കാണുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ശ്രീനിവാസനെ വിളിച്ചു കൊണ്ടുവരികയും ശ്രീനിവാസൻ്റെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ്. ഞാൻ മദ്യപിക്കും, മറിച്ച് ഇത്തരത്തിൽ തന്നെ മദ്യപിക്കാറൊന്നുമില്ല. എൻ്റെ മകളും അതുപോലെ തന്നെ ഭാര്യ ഞാൻ ഇതുവരെ മദ്യപിക്കുന്ന കണ്ടിട്ടില്ല എന്ന് പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മറിച്ച് ഈ രജനീനെ എന്തെങ്കിലും ചെയ്യണമെന്ന ആൾ ഇത്തരത്തിൽ തന്നെ വീട്ടിനകത്തോട്ട് കയറിയതിന് ശേഷം മദ്യപിച്ചതാണ് എന്ന് പോലീസുകാർ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് റെയിൽവേ പോലീസിൻ്റെ പക്കൽ നിന്ന് ഒരു ഫോൺ കോൾ പോലീസുകാർക്ക് ലഭിക്കുന്നത്. റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ബോഡിയും കാര്യങ്ങളും കണ്ടു കിട്ടിയിട്ടുണ്ട് എന്ന് പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ശ്രീനിവാസനെയും കൂട്ടിക്കൊണ്ട് തന്നെ ആ ഡെഡ് ബോഡി കിടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. റെയിൽവേയുടെ പക്കത്തിൽ ഇത്തരത്തിലുള്ള ഡെഡ് ബോഡിയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. റെയിൽവേ പോലീസ് വിവിധ സ്റ്റേഷൻ്റെ അകത്ത് മുഴുവനായി വിളിച്ച് പറയും. അവിടെ മിസ്സിംഗ് കംപ്ലയിൻറ്റും കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളെല്ലാം വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കാണിച്ചു കൊടുക്കും. ഇവരാരെങ്കിലും ഡെഡ് ബോഡി അവർ തന്നെ അത് മറവും കാര്യങ്ങൾ ചെയ്യും. ഇവരെ ആരെതെങ്കിലും ആണെങ്കിൽ ഈ ഡെഡ് ബോഡി അതിനെ വെച്ചിട്ടുള്ള ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം അതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ അതിൻ്റെ പഠിക്ക് തന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടുവരും. ഇതൊക്കെ കൊണ്ട് തന്നെ ശ്രീനിവാസൻ ആ സ്ഥലത്തോട്ട് വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ആ സാരിയും അതുപോലെ തന്നെ അവളെ മുഖവും കണ്ടപ്പോൾ തന്നെ ഇവർ പറയുകയാണ് അതെൻ്റെ ഭാര്യയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പിന്നീട് പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് എൻ്റെ മകളെ എനിക്ക് സംശയമുണ്ട് എന്ന്. അതായത് ഒക്ടോബർ 20-ാം തീയതി ഞാൻ വിളിക്കുന്ന ടൈമിന് ഇവള് അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്ന തരത്തിൽ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ബോഡിക്ക് നോക്കുന്ന ടൈമിന് 6-7 ദിവസത്തെ പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല കഴുത്ത് നെരിച്ചിട്ടാണ് ഇവളെ കൊലപാതകം ചെയ്തത്. ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് സംശയവും കാര്യങ്ങളുണ്ട് എന്ന് പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കീർത്തിയെ പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയതിന് ശേഷം ഭീഷണിപ്പെടുത്തി ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് ഇവൾ കോളേജ് പഠിപ്പും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ടൈമിന് പോളി എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് ഇവൾക്ക് ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഇത് വൈകിട്ട് ബന്ധത്തിലോട്ട് എത്തുകയും പിന്നീട് രണ്ടുപേരും റൂം ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ഇതിൻ്റെ പേരിൽ തന്നെ ഇവൾ 4 മാസം പ്രഗ്നൻ്റ് ആവുകയാണ്. പിന്നീട് ഇത് ഇവളെ വീട്ടുകാർക്ക് തരികയും പിന്നീട് ഈ വീട്ടുകാർ ഇത്തരത്തിൽ തന്നെ പോളിൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിക്കും. പിന്നീട് രണ്ടുപേരും കൂടി കല്യാണം കഴിപ്പിക്കുക എന്ന തരത്തിൽ തന്നെ രണ്ട് വീട്ടുകാർ ചിന്തിക്കുകയും ചെയ്തു. മറിച്ച് നോക്കുകയാണെങ്കിൽ ഇവളെ വിവാഹം കഴിപ്പിക്കാൻ പറ്റില്ല, അതായത് ഇവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല.
പിന്നീട് കല്യാണം കഴിക്കുന്നതിനെക്കാട്ടി മുമ്പേ തന്നെ കുഞ്ഞ് ജനിക്കുകയാണ്, രണ്ട് വീട്ടുകാർക്കും പ്രശ്നമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ രണ്ട് വീട്ടുകാരും തീരുമാനിക്കുകയാണ് ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ. അബോർഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് പ്രായപൂർത്തിയായിട്ട് പിന്നീട് വിവാഹം കഴിക്കാമെന്നായിരുന്നു രണ്ട് കുടുംബക്കാരും വിചാരിച്ചത്. മറിച്ച് ഇവർക്ക് പ്രായപൂർത്തി ആവാത്തത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അബോർഷനും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ രണ്ട് വീട്ടുകാരുടെ മക്കളും പറയുകയാണ്, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് മുഖാന്തരം ഞാൻ തയ്ക്കോളാം, അബോർഷനും കാര്യങ്ങളും ചെയ്തോളാം എന്ന തരത്തിൽ തന്നെ ഇവരുടെ മക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ശശികുമാർ എന്ന് പറയുന്ന ഇവരുടെ സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് തന്നെ നേരെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവിടെ അബോർഷനും കാര്യങ്ങളും ചെയ്യുകയാണ്. ഇത്തരത്തിൽ തന്നെ ഇവിടെ ഈ ശശികുമാറിൻ്റെ പക്കൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശശികുമാർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയതും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പ്രായം കൂട്ടി പറഞ്ഞതും അതുപോലെ തന്നെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ഇവ മുഴുവനായിട്ട് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശശികുമാർ ഇവളെ രണ്ടാമത്തെ കാമുകനായിരുന്നു. ഇവർ രണ്ടുപേരും റൂമും കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇവളുടെ പക്കൽ പറയുകയാണ്, ഈ കാര്യങ്ങളൊന്നും ഞാൻ പുറത്ത് ലീക്ക് ചെയ്യണ്ടെങ്കിൽ നീ എനിക്ക് 10 ലക്ഷം രൂപ തരണമെന്ന് പറയുകയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ നേരെ വീട്ടിലോട്ട് പോകുകയും പിന്നീട് ഇവളെ അമ്മയുടെ പക്കൽ 10 ലക്ഷം രൂപ ചോദിക്കുകയും ചെയ്തു. അമ്മ 10 ലക്ഷം രൂപ കൊടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒക്ടോബർ 10 ശ്രീനിവാസിന് നോർത്ത് ഇന്ത്യയിലോട്ട് ഒരു ഹോട്ടൽ ലഭിക്കുന്നത്, വീട്ടിൽ നിന്ന് പോകുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ 10-15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അച്ഛൻ വീട്ടിലോട്ട് വരിക എന്നറിയാം. അങ്ങനെ ഇരിക്കുകയാണ് 19 ഇവളെ അമ്മയായ രജനി ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ശശികുമാറിനെ നേരെ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവരികയും പിന്നീട് രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അന്നേരം വൈകുന്നേരം ഈ അമ്മ കേടി വരുമ്പോഴാണ് ഇത്തരത്തിൽ തന്നെ തൻ്റെ മകള് വേറെ ഒരാളുമായിട്ട് റൂം ഷെയർ ചെയ്യുന്ന കാണുന്നതും പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പോളിൽ വിട്ട് വിളിച്ചു പറയുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തുന്നത് മകളെ. അങ്ങനെ ഇരിക്കുകയാണ് ഈ ശശികുമാറിൻ്റെ പക്കൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് ഈ അമ്മ കടന്നുറങ്ങുന്ന ടൈമിന് കണ്ണിലും മൂക്കിനകത്തെല്ലാം കൊണ്ടൊന്ന് മുളക് പൊടി ഇട്ടതിന് ശേഷം മകൾ നേരെ നെഞ്ഞത്തോട്ട് ചാടിക്കയറുകയും ചെയ്തു. പിന്നീട് ശശികുമാർ കൈ പിടിച്ചു കൊടുക്കുകയാണ്. പിന്നീട് കഴുത്ത് നെച്ച് കൊലപാതകം ചെയ്യുകയും ചെയ്തു. പിന്നീട് 3 ദിവസത്തോളം ആ വീട്ടിൽ തന്നെ ഈ രണ്ടുപേരും ഇരിക്കുകയാണ്. അതിനിടയിലാണ് ഈ രണ്ടുപേരും കൂടിയിട്ട് ബീർമുപ്പി വാങ്ങിച്ചതിന് ശേഷം മദ്യപിക്കുകയും ചെയ്തത്. പിന്നീട് ഇവൻ പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്താക്കാം, അധികം തിരക്കൊന്നുമില്ലാത്ത റെയിൽവേ ട്രാക്ക് കൊണ്ടുപോയിട്ട് ഈ അമ്മയുടെ ഡെഡ് ബോഡി അവിടെ ഇടാമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടുപേരും ചേർന്നുകൊണ്ട് തന്നെ ഈ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് റെയിൽവേ ട്രാക്കിൽ ഇടുകയും ഈ കാര്യങ്ങളൊക്കെ പോലീസ് നോട്ടിഫൈ ചെയ്യുകയും പിന്നീട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി ചെയ്യണം. ഇതൊരു നല്ല വീഡിയോ വരാമെന്ന പ്രതീക്ഷയോടെ സെനിങ് ഓഫ് ഇറ്റ്സ് മീ അഫ്രാദ്.